നമസ്കാരം. സംസ്ഥാന സമ്മേളനത്തിന് അരങ്ങൊരുങ്ങിയതോടെ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പുതുതായി ഏതെല്ലാം നേതാക്കൾ സ്ഥാനം പിടിക്കുമെന്ന ചർച്ചകൾ CPM-ൽ സജീവമാണ്. 75 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒഴിവും വരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, AK ബാലൻ, PK ശ്രീമതി, ആനാവൂർ നാഗപ്പൻ എന്നിവരാണ് പുറത്തു പോകുക. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകിയാലും മറ്റ് 3 നേതാക്കൾക്കും ഇളവുണ്ടാകില്ല എന്നുറപ്പ്. ഈ 3 ഒഴിവിനൊപ്പം മെയ് മാസത്തിൽ 75 വയസ്സ് തികയുന്ന EP ജയരാജനെ കൂടി ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ ഒഴിവ് 4 ആകും. ഈ ഒഴിവുകളിലേക്ക് ആരൊക്കെ വരുമെന്ന കണക്കുകൂട്ടലാണ് CPM നേതാക്കൾക്കിടയിൽ നടക്കുന്നത്. രാജ്യത്തെ തന്നെ CPM-ന്റെ ഏറ്റവും വലിയ ജില്ലാ ഘടകമായ കണ്ണൂരിൽ നിന്ന് ഒരാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തും എന്നതാണ് ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ കാര്യം. കണ്ണൂരിൽ നിന്ന് പരിഗണിക്കേണ്ട നേതാക്കളിൽ പ്രഥമ സ്ഥാനം മുൻ ജില്ലാ സെക്രട്ടറി P ജയരാജന് തന്നെയാണ്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ടൈം തികയ്ക്കാതെ മാറേണ്ടി വന്ന P ജയരാജൻ ഇതിനു മുൻപ് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കേണ്ട നേതാവുമാണ്. ജൂനിയറായ നേതാക്കൾ പലരും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയെങ്കിലും P ജയരാജനെ ഇപ്പോഴും പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ഇത്തവണ കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ P ജയരാജന് പിന്നെ ഒരു അവസരമില്ല. ഇപ്പോൾ തന്നെ 72 വയസ്സിട്ട P ജയരാജന് അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി മാനദണ്ഡത്തിൽ നേതൃസമിതികളിൽ നിന്ന് സ്ഥാനമൊഴിയേണ്ടി വരും. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രവേശനം ഇത്തവണയും എളുപ്പമാകില്ലെന്നാണ് സൂചന. കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയാണ് ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞ മനു തോമസ് എന്ന യുവ നേതാവിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സംഭവത്തിൽ ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയിൽ സംസ്ഥാന സമിതി ജയരാജനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അക്കാര്യത്തിൽ തീരുമാനം വരാനിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ജില്ലാ സമ്മേളനത്തെ അറിയിച്ചത്. ഇത് P ജയരാജനുള്ള അപായ സൂചനയാണെന്ന നേതാക്കളുടെ അടക്കം പറച്ചിൽ. ഇത്തവണയും ജില്ലാ സെക്രട്ടേറിയറ്റിൽ എടുക്കാതെ P ജയരാജനെ പുറന്തള്ളിയാൽ കണ്ണൂരിലെ പാർട്ടി അണികളിൽ അത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. കാരണം കണ്ണൂരിലെ CPM-ൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് ഇപ്പോഴും P ജയരാജനാണ്. പാർട്ടി അണികൾക്കിടയിലുള്ള ഈ സ്വാധീനം തന്നെയാണ് അദ്ദേഹത്തെ നേതാക്കളുടെ കണ്ണിലെ കരടാക്കി മാറ്റിയതെന്ന് പറയുന്നവരുമുണ്ട്. P ജയരാജൻ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെടാൻ ഏറ്റവും സാധ്യത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ്. പെരുമാറ്റ ദൂഷ്യ പരാതിയെ തുടർന്ന് ജില്ലാ സെക്രട്ടറി ആയിരിക്കെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട P ശശി കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിലാണ് പാർട്ടിയിലേക്ക് തിരികെ വന്നത്. എന്നാൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മാറിയ P ശശി ഇപ്പോൾ CPM-ലെ വലിയ സ്വാധീന കേന്ദ്രമാണ്. പഴയ സീനിയോറിറ്റി പരിഗണിച്ച് ശശിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ പിന്തുണ തന്നെയാണ് ശശിയുടെ മൂലധനം. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെട്ടാൽ ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയുമാകാം. അതുവഴി തിരഞ്ഞെടുപ്പ് വർഷത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും പോലീസ് ഭരണത്തിനും എതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് തടയിടുകയും മുഖം മിനുക്കുകയും ചെയ്യാം. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തുന്ന ശശിക്ക് തലശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാനും പദ്ധതിയുണ്ട്. P ശശിക്ക് പുറമെ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ട MV ജയരാജനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് 3ാം ടൈമിലേക്ക് കടന്ന MV ജയരാജനും സെക്രട്ടേറിയറ്റ് അംഗത്വത്തിന് അർഹതയുണ്ട്. സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്ന് ആരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണമെന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും അവസാന വാക്ക്. അതെന്തായാലും P ശശിക്ക് അപ്പുറം പോകുമോ എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടതും. നന്ദി.